ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ നട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇത് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണേ. ഇനി നമുക്ക് അത് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് 3/4 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പയും പാത്രത്തിലും ഒന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മളിത് നന്നായിട്ട് ഒന്ന് അരിച്ച് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 തവണ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിസ്ക് ഉപയോഗിച്ച് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള കാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കി വെച്ചത് ഇതുപോലെ ആവില്ലേ, ഇങ്ങനെ ആയി തുടങ്ങിയ വഴിക്ക് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ ഒരേപോലെ മെൽറ്റായി വരും കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഒരു കരിഞ്ഞു പോരുത്, ഒരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇങ്ങനെ ആയതിനു ശേഷം നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട പിടിച്ച പോലെ വരും. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് മെൽറ്റായിട്ട് ഇങ്ങനെ റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കാൻ വേണ്ടി ശ്രമിക്കണം, എന്നാലാണ് നമുക്ക് നല്ലോണം ഒന്ന് പൊന്തി വരത്തുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂണിലൊക്കെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതെല്ലാ ഭാഗത്തേക്കും എത്തണ വരെ നല്ലോണം ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് ആ വീഡിയോ എൻ്റെ എഡിറ്റ് ചെയ്യുമ്പോൾ കട്ടായിപ്പോയി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ ജാം അല്ലെങ്കിൽ അങ്ങനെയുള്ളത് എന്തെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ ഇതിലേക്ക് ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ. ഇത് ആ വെള്ള ഭാഗം പെടാണ്ട് ഞാൻ പുറമേയുള്ള ആ തൊലി ചിരണ്ടി എടുത്തതാണ് കേട്ടോ. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കളറൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ലോണം ഈ കളർ ഫുള്ളായിട്ട് മാറി വരണ വരെ നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സാണ്. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാരമൽ സിറപ്പാണെങ്കിലും ഈ നട്ട്സ് ആണെങ്കിലും നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ കേക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2-3 തവണ ഇട്ട് കൊടുത്താൽ നമുക്ക് വേഗം തന്നെ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ 2-3 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസും കൂടി ചേർക്കാം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ഫ്ലേവർ എല്ലാ ഭാഗത്തേക്കും കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കളറ് ഫുള്ളായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്ന ടിന്നിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ.
അപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഓയിൽ ഒഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുള്ള ടിന്നാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇതുപോലെ ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഡബിൾ ടാപ്പ് ചെയ്തതിന് ശേഷമാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഇതുപോലെയുള്ളൊരു പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 40 മിനിറ്റ് ആകുമ്പോഴേക്കും എനിക്ക് കേക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. 1/2 kg വെയിറ്റ് വരുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.